ഡോക്ടർ ബിജുവിൻ്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് സ്ഥിരം ഗ്ലാമർ വേഷങ്ങൾ വിട്ട് വളരെ വ്യത്യസ്തമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് അദൃശ്യജാലകങ്ങൾ. സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് ഒരു പ്രത്യേക കാരണത്താൽ പെട്ടെന്ന് ഒരു ദിവസം വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. മനുഷ്യരെന്ന നിലയിൽ നിന്നും മാറി ഒരു മെറ്റാഫിസിക്കൽ ലോകത്തേക്ക് അവന് മുന്നിൽ ഒരു അദൃശ്യജാലകം തുറക്കപ്പെടുന്നു. തീർത്തും ഒരു ആർട്ട് മൂവി ആയതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യൽ മൂവി കാണുന്ന ലാഘവത്തിൽ ഈ ചിത്രത്തെ സമീപിക്കാൻ കഴിയില്ല. പ്രണയം, യുദ്ധം, നഷ്ടം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രമാണ് അദൃശ്യജാലകങ്ങൾ. അനന്തമായ ലോകത്തേക്ക് അദൃശ്യജാലകങ്ങൾ തുറക്കുന്നതിലൂടെ ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന നിരവധി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിലെ തെരുവുകളിൽ കഴിയുന്ന കുറേ ആൾക്കാരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന് ഒരു മെന്റൽ അസൈലത്തിലേക്ക് കൊണ്ടുവരുന്നു. അത്രയും ആൾക്കാരെ കൂടി അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമില്ലാത്തതുകൊണ്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് അത്യാവശ്യം ഭേദമായവരെ പറഞ്ഞുവിടാൻ അസൈലം അധികൃതർ തീരുമാനിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് വിടാൻ തീരുമാനിച്ചതിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ നായകനും. നായകനെ പരിശോധിക്കുന്ന ഡോക്ടർ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് നായകൻ പറയുന്നു. ശേഷം നായകൻ അങ്ങനെ പുറത്തേക്ക് വരുന്നു. വെറുതെ റോഡിൽ കൂടി നടന്ന ഇദ്ദേഹത്തെ പോലീസുകാർ മെന്റൽ അസൈലത്തിൽ ആക്കിയതായിരുന്നു. അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. ഉടനെ അവിടെ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് റോഡിലൂടെ നടന്നവരെയൊക്കെ മെന്റൽ അസൈലത്തിലേക്ക് മാറ്റിയത്. ശേഷം നായകൻ തൻ്റെ താമസ സ്ഥലത്തേക്ക് വരുന്നു. അവൻ താമസിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു റെയിൽവേ ബോഗിയിലായിരുന്നു. അതിന് തൊട്ടടുത്ത് മറ്റൊരു ബോഗി കൂടി ഉണ്ട്. ഇവിടം പണ്ടൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അന്നെങ്ങനെയോ ഉപേക്ഷിക്കപ്പെട്ട ബോഗികളിൽ 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. 6 മാസങ്ങൾക്ക് ശേഷമാണ് മെന്റൽ അസൈലത്തിൽ നിന്ന് നായകൻ താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ നായകൻ എപ്പോഴും എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ ബോഗിയിൽ ആളുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അവൻ നേരെ ആ ബോഗിയിൽ എത്തി നോക്കുമ്പോൾ ഒരു ലേഡി വന്ന് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഈ ലേഡിയാണ് നായിക. ഞാൻ പോയപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു, ആരാ താമസിക്കുന്നതെന്ന് നോക്കാൻ വന്നതാണെന്ന് നായകൻ പറയുമ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ ആരാ താമസിക്കുന്നതെന്ന്, ഇനി പൊക്കോളാൻ അവൾ പറയുന്നു. സൗഹൃദത്തോടെ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നിട്ടും അവൾ വളരെ ഇറിറ്റേറ്റഡായി സംസാരിച്ചതുകൊണ്ട് തന്നെ അവൻ പിന്നെ അവിടെ നിൽക്കാതെ തിരികെ പോരുന്നു. ഇവർ താമസിക്കുന്നതിന് കുറച്ച് താഴെയായി ഒരു അപ്പൂപ്പനും 2 കുട്ടികളും താമസിക്കുന്നുണ്ട്. അപ്പൂപ്പന് തീരെ സുഖമില്ലാത്ത ആളാണ്. കുട്ടികൾ കുറച്ച് ആടിനെയൊക്കെ വളർത്തുന്നുമുണ്ട്. നായകൻ നേരെ കുട്ടികളോട് വന്ന നായികയെക്കുറിച്ച് തിരക്കുന്നു. എന്നാൽ 1-2 തവണ അവർ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒന്നും അവർക്ക് അവരെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ശേഷം നായകൻ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പൂപ്പൻ കുറേ നാളായി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്നെ പോലീസ് പിടിച്ച് ആശുപത്രിയിലാക്കി, കുറേ തവണ ഷോക്ക് അടിപ്പിച്ചു എന്നൊക്കെ നായകനും പറയുന്നു. അപ്പോൾ പെൺകുട്ടി എനിക്ക് പോലീസിനെ പേടിയാണ്, പോലീസിനെ പോലെ ചിലർ ഇപ്പോൾ ഇവിടെ സ്ഥിരം വരാറുണ്ടെന്ന് പെൺകുട്ടി പറയുന്നത് കേട്ട് അതാരാണെന്ന് നായകൻ അപ്പൂപ്പനോട് ചോദിക്കും. അതാരാണെന്ന് നായകൻ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നു. ഇതിപ്പോൾ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. യുദ്ധം ഉടനെ തുടങ്ങും. തൊട്ടടുത്ത് ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. ഫാക്ടറിക്കായി അവർ താമസിക്കുന്ന സ്ഥലമെല്ലാം ആരോ വാങ്ങി. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞതായി അപ്പൂപ്പനും കുട്ടികളും നായകനോട് പറയുന്നു. ഫാക്ടറിയിലെ ഗാർഡ്സൊക്കെ ഒരുമാതിരി യൂണിഫോം ഒക്കെ ധരിച്ച് പട്ടാളക്കാരെ പോലെയാണ് അവിടേക്ക് വരാറുള്ളത്. യൂണിഫോം ധരിച്ച ഫാക്ടറിയുടെ ഗാർഡ്സിനെ കണ്ടിട്ടാണ് പെൺകുട്ടിക്ക് ഭയം തോന്നുന്നത്. മാമനിനി അവരെ കണ്ടാൽ ഇങ്ങോട്ടൊന്നും വരല്ലേ എന്ന് പറയണമെന്നൊക്കെ പെൺകുട്ടി പറയുന്നത് കേട്ട് ഇനി അവരെ ഞാൻ കാണുമ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞേക്കാമെന്ന് നായകൻ കുട്ടികളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. രാത്രിയാകുമ്പോഴേക്കും ഉത്സവപ്പറമ്പിലേതുപോലെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് റേഡിയോ ഓൺ ചെയ്ത് ഏതോ വെസ്റ്റേൺ സോങ്ങും വെച്ച് നായകൻ തൻ്റെ പണികളിൽ ഏർപ്പെടുന്നു. അപ്പോഴേക്കും നായിക ബോഗിയുടെ കതക് തുറന്നു വന്ന് പാട്ടിൻ്റെ ശബ്ദം കുറച്ചു വയ്ക്കാൻ അവനോട് പറയും. വലിയ കാര്യത്തിൽ അങ്ങോട്ട് പരിചയപ്പെടാൻ ചെന്നപ്പോൾ തന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട പരിഭവത്തിൽ നായകൻ അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നായിക വീണ്ടും ഷൗട്ട് ചെയ്ത് അതിൻ്റെ വോളിയം കുറയ്ക്കാൻ പറയുന്നു. അതോടെ അവൻ വോളിയം കുറയ്ക്കും. അപ്പോഴേക്കും നായികയുടെ അടുത്തേക്ക് ഫാക്ടറിയിലെ ഒരു ജോലിക്കാരൻ വരുന്നു. അവളും വളരെ സന്തോഷത്തോടെ അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അകത്തെന്താണ് നടക്കുന്നതെന്നറിയാൻ നായകൻ ജനൽ വഴി എത്തി നോക്കുന്നു. അതോടെ നായിക ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിയാണെന്ന് നായകന് മനസ്സിലാകും. അങ്ങനെ അവൻ നിരാശയോടെ തിരികെ ബോഗിയിലേക്കും പോരും. ദേഷ്യം വരുന്ന നായകൻ റേഡിയോ ഫുൾ വോളിയത്തിൽ വെക്കുന്നു. ഓഫീസർ പോയതിന് ശേഷം നായിക അങ്ങോട്ട് വന്ന് എനിക്ക് പാട്ടിഷ്ടമല്ലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. നായകനും അതോടെ റേഡിയോ ഓഫ് ചെയ്യും. പിറ്റേന്ന് നായകൻ ആൺകുട്ടിയെയും കൂട്ടി ഫാക്ടറിയുടെ പരിസരത്ത് വന്ന് സെക്യൂരിറ്റികളെയും മറ്റും ഒരു ദൂരദർശിനി വെച്ച് നോക്കുന്നു. യൂണിഫോമൊക്കെ ധരിച്ച് കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഗാർഡ്സിനെ കാണുമ്പോൾ തന്നെ നായകന് പേടിയാകുന്നു. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നു. അതോടെ അവരവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകും.
ശേഷം നായകൻ പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്ന മോർച്ചറിയിലേക്ക് വരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി രാത്രിയില്ലാത്ത ദിവസം നായകനാണ് ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നത്. ഇന്ന് ബോഡിയില്ല, പോയിട്ട് നാളെ വരാൻ സെക്യൂരിറ്റി നായകനോട് പറയുന്നു. അടുത്ത സീനിൽ നായകൻ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പൂപ്പനോടും കുട്ടികളോടും അവിടുന്ന് താമസം മാറാൻ പറഞ്ഞ ടെൻഷനിലാണ് അപ്പൂപ്പൻ. സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഫാക്ടറിയാണത്. നമ്മൾ പരാതി ആരോട് പറയാനാണെന്ന് നായകൻ പറയുന്നു. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവവും പരാതിയുമൊക്കെ പറഞ്ഞ ശേഷം കുട്ടികളോടൊപ്പം നായകൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഗാർഡ്സ് വരുന്നു. അവൻ താമസിക്കുന്നത് ബോഗിയിലാണെന്ന് അറിയുന്നതോടെ അത് സർക്കാർ വക സ്ഥലമാണ്. ഇതൊക്കെ ഇപ്പോൾ ഫാക്ടറി നടത്തിപ്പുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് ഒഴിഞ്ഞു പൊക്കോളാൻ നായകനോടും അപ്പൂപ്പനോടും പറഞ്ഞിട്ട് ഗാർഡ്സ് അവിടെ നിന്നും പോകും. ആകെ പേടിച്ചു പോകുന്ന കുട്ടികളെ നായകൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. ഓരോ ദിവസവും നായികയെ കാണാൻ ഗാർഡ്സിൽ ഓരോരുത്തരായി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് കണ്ട് നായകനും ദേഷ്യം വരുന്നു. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും അവൻ നേരെ മോർച്ചറിയിലേക്ക് വരും. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളൊരു ബോഡി അകത്തുണ്ട്, ശ്രദ്ധിച്ചോണം, ഉറങ്ങിപ്പോകരുതെന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി അവിടെ നിന്നും പോകുന്നു. അവൻ അങ്ങനെ അവിടെ കാവലിരുന്ന് ഉറങ്ങിപ്പോകും. ഉറക്കം മാറ്റാൻ അകത്ത് കയറി ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് തിരിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മരിച്ചയാൾ എഴുന്നേറ്റ് നായകനോട് സംസാരിക്കുന്നതായി അവന് തോന്നുന്നു. നായകനാകെ പേടിച്ചു പോകും. മരിച്ചയാൾ വളരെ നോർമലായി സംസാരിക്കുമ്പോഴേക്കും അവനും ആശ്വാസമാകും. എഴുത്തുകാരനും സാമൂഹ്യ പ്രസക്തിയുള്ള സേവനങ്ങളും മറ്റും ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു മരിച്ചയാൾ. ബഷീർ എന്നായിരുന്നു അയാളുടെ പേര്. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നടക്കുന്ന അനീതികൾക്കെതിരെ എഴുത്തിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ബഷീർ. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾ ബഷീറിനെ വെടിവെച്ച് കൊന്നതാണെന്നൊക്കെ ബഷീർ നായകന് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കണ്ട് നായകനും പേടിച്ചു പോകും. തോക്കിന് പകരം എല്ലാവരും പുസ്തകം കയ്യിലെടുത്തിരുന്നെങ്കിൽ ഈ ലോകം എത്ര ശാന്തമായിരുന്നുവെന്ന് ബഷീർ നായകനോട് പറയുന്നു. ശേഷം ആ സീൻ കട്ടായി നേരം വെളുത്തിട്ട് കസേരയിൽ ബോധമില്ലാതെ ഇരുന്നുറങ്ങുന്ന നായകനെ സെക്യൂരിറ്റി വന്നുണർത്തുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഡോക്ടർ ഇപ്പോൾ വരും എന്നും പറഞ്ഞ് അകത്ത് കയറി ബോഡി ഒന്ന് നോക്കിയിട്ട് നാളെ നീ വന്നാൽ മതിയെന്ന് പറഞ്ഞ് നായകനെ അവിടെ നിന്നും പറഞ്ഞുവിടും. പിറ്റേന്ന് പതിവ് പോലെ നായകൻ ഒരു ദൂരദർശനിലൂടെ ഫാക്ടറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ തോക്കുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നായകൻ കാണുന്നത്. ശേഷം നായകൻ ബോഗിയിലേക്ക് വരുമ്പോൾ നായികയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണുന്നു. നായകൻ്റെ കണ്ണിൽ നായിക ഒരു മോശപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവൻ പെൺകുട്ടിയോട് നായികയോട് ഒരു കൂട്ടും വേണ്ട, ഇനി അവിടെ മേലാൽ പോകരുത്, വീട്ടിലേക്ക് പൊക്കോളാനൊക്കെ പറയുന്നു. അടുത്ത സീനിൽ കുട്ടികളുമായി കൂട്ടാകുന്ന നായിക അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. നായികയുടെ ബോഗിയിൽ വെളിച്ചത്തിന് അവൾ യൂസ് ചെയ്തിരുന്നത് മെഴുകുതിരിയും റാന്തലുമൊക്കെ ആയിരുന്നു. അവളതൊക്കെ കത്തിക്കുമ്പോഴേക്കും അവിടേക്കും പതിവ് പോലെ ഒരു ഗാർഡ് വരും. അവരങ്ങനെ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നായിക കാണുന്നത് ഒരു കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിച്ച് കറണ്ട് ഉണ്ടാക്കുന്ന നായകനെയാണ്. തൻ്റെ ബോഗിയിൽ കൂടി 2 ലൈറ്റ് ഇട്ട് തരുമോ എന്ന നായിക ചോദിക്കുന്നെങ്കിലും നായകൻ മൈൻഡ് ചെയ്യില്ല. ശേഷം അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വരുന്ന നായകൻ കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്ന നായികയെ കാണുന്നു. നായകനെ കാണുന്നതോടെ നായിക കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോകും. ഈ സമയം നായകൻ അപ്പൂപ്പനോട് വന്ന് നായിക ആൾ ശരിയല്ല, മോശപ്പെട്ട സ്ത്രീയാണ്, അവളെ കാണാൻ ഫാക്ടറിയിലെ ഗാർഡ്സ് സ്ഥിരം വരാറുണ്ടെന്നൊക്കെ പറയുന്നു. എന്നാൽ അപ്പൂപ്പൻ അവർ നല്ല സ്ത്രീയാണ്, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് അവരാ ജോലി ചെയ്യുന്നത്. ഒരാളുടെ ജോലി വെച്ചല്ലോ അയാൾ നല്ലയാളാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ കാണേണ്ടത്. ശരീരം നോക്കിയല്ല മനസ്സ് നോക്കിയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ അപ്പൂപ്പൻ പറയുന്നതോടെ നായകൻ്റെ ഉള്ളിൽ അവളോടുണ്ടായിരുന്ന ദേഷ്യം പതിയെ ഇല്ലാതാകുന്നു. പിറ്റേ ദിവസവും ഡ്യൂട്ടിക്ക് നായകൻ മോർച്ചറിയിലേക്ക് എത്തും. എന്നാൽ അന്ന് ആരുടെയും ബോഡിയില്ലായിരുന്നു. അല്പസമയം അവിടെ ചിലവഴിച്ചിട്ട് തിരികെ വരുന്നതിനിടയിൽ സിറ്റിയിൽ യുദ്ധത്തിനെതിരെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നത് കണ്ട് നായകനും അത് കണ്ട് ആസ്വദിക്കാനായി അങ്ങോട്ട് പോകുന്നു. യുദ്ധത്തിനെതിരെയുള്ള മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരുന്നതുകൊണ്ട് തന്നെ വർഗീയവാദികളെന്നും പറഞ്ഞ് പോലീസുകാർ വന്ന് ആ പ്രോഗ്രാം ചളമാക്കും. അത് കാണാനെത്തിയവരെയൊക്കെ ഓടിച്ചു വിടുകയും കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അറിയാതെ നായകനും അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പോലീസ് വണ്ടിയിൽ അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോകുമ്പോഴേക്കും ബസ്സിന് മുന്നിലേക്ക് കുറച്ചു പേർ വന്ന് വണ്ടി തടയുന്നു. ആ തക്കത്തിന് നായകനും വണ്ടിയിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടും. കാരണം ഇനിയും തന്നെ പിടിച്ചുകൊണ്ടുപോയാൽ പല മെൻ്റൽ ഹോസ്പിറ്റലിലോ മറ്റോ ആക്കുമെന്ന് അവനറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നു നോക്കുന്ന നായകൻ പുറത്തുനിന്ന് വായിൽ വെള്ളം കൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് ചീറ്റിച്ച് മഴവില്ല് കാണുന്ന നായികയാണ് കാണുന്നത്. അവനത് ആസ്വദിച്ച് നിൽക്കുന്നത് കണ്ട് നായിക ബോഗിക്കുള്ളിലേക്ക് കയറിപ്പോകും. നായിക പോയ ശേഷം അവനും മഴവില്ല് കാണാൻ അതുപോലെ ഒരു ശ്രമം നടത്തി നോക്കുന്നു. ഇത് നായിക കണ്ടുവെന്ന് മനസ്സിലാകുന്നതോടെ ചമ്മൽ പുറത്തു കാട്ടാതെ ഗൗരവത്തോടെ നായകനും ബോഗിക്കുള്ളിലേക്ക് കയറിപ്പോകും. ശേഷം കുറച്ച് ഇറച്ചിക്കറിയുമായി നായകൻ്റെ ബോഗിക്കുള്ളിലേക്ക് വരുന്നു. അവൻ പതിവ് പോലെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ നായിക തൊടുന്നതിലും പിടിക്കുന്നതിലുമൊക്കെയാണ്. അവളെങ്ങനെയെങ്കിലും അവനുമായി കൂട്ടുകൂടാനുള്ളൊരു ശ്രമത്തിലായിരുന്നു.
തൻ്റെ ബോഗിയിലും കൂടി ഒരു ലൈറ്റ് ഇട്ട് തരാമോ എന്ന് അവൾ ചോദിക്കുന്നെങ്കിലും അവൻ മിണ്ടുന്നില്ല. അങ്ങനെ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും തിരികെ പോകും. പിറ്റേന്ന് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ തലേന്ന് അവൻ പങ്കെടുത്ത മ്യൂസിക് കൺസേർട്ടിൽ പങ്കെടുത്ത ഒരു ഗിത്താറിസ്റ്റിൻ്റെ ഡെഡ് ബോഡിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളും നായകനോട് പതിവ് പോലെ സംസാരിക്കാൻ തുടങ്ങും. മ്യൂസിക് ഷോ നടക്കുന്നതിനിടയിൽ അവിടേക്ക് വരുന്ന പോലീസുകാരിൽ ഒരാൾ ഗിത്താർ ചവിട്ടി നശിപ്പിക്കുന്നത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നാണ് ആ ഗിത്താറിസ്റ്റ് മരിച്ചത്. സംഗീതത്തെ ഒരുപാട് സ്നേഹിച്ച അയാൾക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എല്ലാവരും സംഗീതം കേൾക്കുന്നവരായിരുന്നെങ്കിൽ ഈ ലോകം അക്രമങ്ങളില്ലാതെ എത്ര ശാന്തമായിരുന്നുവെന്ന് അദ്ദേഹവും നായകനോട് പറയുന്നു. ശേഷം ഇടയ്ക്കിടെ അതുവഴി പോയിക്കൊണ്ടിരുന്ന ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവരെല്ലാം മ്യൂസിക് ഗ്രൂപ്പിലുള്ളവരെ പോലെ നായകൻ സങ്കല്പിച്ചു നോക്കും. അവിടെ വന്നിരുന്നും ഗിത്താറിസ്റ്റ് അവനോട് സംസാരിക്കുന്നതായി നായകന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നായകൻ നായികയുടെ ബോഗിയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ആദ്യം വന്ന ഗാർഡ് വരുന്നു. എന്നാൽ ഇന്ന് പറ്റില്ല എന്ന് നായിക പറയുന്നതോടെ കാശ് കൂടുതൽ തരാമെന്നൊക്കെ അയാൾ പറഞ്ഞു നോക്കും. അപ്പോഴും അവൾ പറ്റില്ലെന്ന് തന്നെ പറയുന്നു. അപ്പോഴാണ് അകത്ത് നായകൻ നിൽക്കുന്നത് ഗാർഡ് കാണുന്നത്. ഓ, ഇവനെ കിട്ടിയത് കൊണ്ടാണല്ലേ ഞങ്ങളെ ഒന്നും വേണ്ടാത്തത് എന്ന് പറഞ്ഞ് അയാൾ അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോകും. അവൾ അതിലൊന്നും കുലുങ്ങുന്നുമില്ല. അന്ന് രാത്രി നായിക വന്ന് നായകനോട് ഇന്നത്തേക്ക് തനിക്ക് കൂടി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, വരുമ്പോൾ റേഡിയോ കൂടി എടുത്തേക്ക്, എനിക്ക് ചിലപ്പോഴൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നായിക പോകുന്നു. ജാടയിൽ കഥ അടയ്ക്കുന്ന നായകനെ കാണുമ്പോൾ അവൻ പോകില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ അടുത്ത സീനിൽ നായികയോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവർ റേഡിയോയിൽ പാട്ടൊക്കെ വെച്ച് അല്പം ഡാൻസൊക്കെ കളിക്കുന്നു. നായകന് ഇതിലൊക്കെ ഭയങ്കര ചളിപ്പാണ്. എങ്കിലും അവളോടൊപ്പം അവനും അതെല്ലാം എൻജോയ് ചെയ്യുന്നു. ശേഷം അവർ കുറച്ച് റൊമാൻസൊക്കെ ചെയ്യുന്നതായി കാണിക്കും. പിറ്റേന്ന് രാവിലെ അപ്പൂപ്പന് സുഖമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടി വന്ന് നായകനെ കൂട്ടിക്കൊണ്ടുപോകും. നായകനും നായികയും ചെന്ന് നോക്കുമ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. ബോഡി കുഴിയെടുത്ത് കുഴിച്ചിടാൻ നോക്കുമ്പോഴേക്കും 2 ഗാർഡ്സ് അവിടേക്ക് വന്ന് ഇവിടെ ശവമൊന്നും കുഴിച്ചിടാൻ പറ്റില്ല, ഇത് ഫാക്ടറിയുടെ സ്ഥലമാണ്, വേണേൽ അപ്പുറത്തെങ്ങാനും കൊണ്ടിട്ട് കത്തിച്ച് കളഞ്ഞോളാൻ പറഞ്ഞിട്ട് അവർ പോകും. മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യുന്നു. രാത്രിയിൽ കുട്ടികൾ തനിച്ചാകുന്നത് കൊണ്ട് നായികയും നായകനും തങ്ങളോടൊപ്പം വന്ന് കിടന്നുകൊള്ളാൻ കുട്ടികളോട് പറയുമെങ്കിലും കുട്ടികൾ അവിടെ തന്നെ കിടന്നോളാമെന്ന് അവരോട് പറയും. അങ്ങനെ നായകനും നായികയും കുട്ടികളുടെ അടുത്തു നിന്ന് ബോഗിക്കുള്ളിലേക്ക് പോകാനായി ഇറങ്ങുന്നു. എന്നാൽ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ കുറച്ചു നേരം നമുക്ക് ഇവിടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടും ആ പുല്ലിലേക്ക് കിടക്കുന്നു. നായിക തൻ്റെ കഥ നായകനോട് പറയാൻ തുടങ്ങും. 14 വയസ്സുവരെ അമ്മ വീട്ടുജോലിക്ക് നിന്ന ഒരു പോർച്ചുഗീസുകാരൻ്റെ വീട്ടിലാണ് അവൾ വളർന്നത്. ഒരു ദിവസം അവിടെ വന്ന വീട്ടുകാരൻ്റെ ഒരു റിലേറ്റീവ് നായികയെ കയറി പിടിക്കും. ഇത് ചോദ്യം ചെയ്ത അമ്മയെ അയാൾ ഒറ്റ ചവിട്ടിന് കൊല്ലുന്നു. ശേഷം അവളെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. അന്ന് അവിടം വിട്ടതാണ് നായിക. പിന്നീട് ജിപ്സികളെ പോലെ പലയിടങ്ങളിലും അലഞ്ഞു നടന്നാണ് ഒടുവിൽ ബോഗിയിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന നായിക താനെന്ന അവസാനമായി മരണം കണ്ടേ എന്ന് നായകനോട് ചോദിക്കുന്നു. അവസാനമായി മരണം കണ്ടത് ഓർമ്മയില്ല, പക്ഷെ മരിച്ചവരെ കാണാറുണ്ട്, അവരുമായി സംസാരിക്കാറുണ്ടെന്നൊക്കെ നായകൻ പറയുന്നു. ശേഷം അവൻ തൻ്റെ കഥ അവളോട് പറയും. 5-6 വയസ്സുണ്ടായിരുന്ന സമയം അമ്മയോടൊപ്പം ഒരു കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ അന്ന് അവൻ്റെ അമ്മയെ ആരോ കൊന്നുകളഞ്ഞു. ആരാണ് അവൻ്റെ അമ്മയെ കൊന്നതെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുന്നു. അടുത്ത സീനിൽ കുട്ടികൾ പതിവ് പോലെ സ്കൂളിലൊക്കെ പോയി തുടങ്ങും. ഒരു ദിവസം നായകൻ മോർച്ചറിയിൽ ചെല്ലുമ്പോൾ അവിടെ 4 പേരുടെ ശവങ്ങളുണ്ടായിരുന്നു. പതിവ് പോലെ അവരും നായകനോട് സംസാരിക്കുന്നു. ആ 4 പേരും ഫാക്ടറിയിലെ തൊഴിലാളികളായിരുന്നു. അത് രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അതിൽ ഒരു യൂണിറ്റിലെ വർക്കേഴ്സാണ് ഈ 4 പേരും. കഴിഞ്ഞ ദിവസം അതിലൊരു യൂണിറ്റിൽ ഒരു വാൽവിന് ലീക്കുണ്ടായി. പരീക്ഷണാടിസ്ഥാനത്തിൽ ലിക്വിഡ് ഫോസ്ഫേറ്റ് ഒരു ടാങ്കിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ചോർച്ചയുണ്ടാകുന്നത്. ഈ ലിക്വിഡ് ഫോസ്ഫേറ്റ് വായുവുമായി ചേർന്ന് വിഷവാതകമായി മാറുകയും അങ്ങനെ അത് ശ്വസിച്ച് ആ 4 പേരും മരണപ്പെടും. എന്നാൽ ഇവർ മരിച്ചത് പുറത്തറിയിക്കാതെ ലീക്കൊക്കെ മാറ്റി അവർ നാളെ രാത്രി ഫാക്ടറി കമ്മീഷൻ ചെയ്യും. അതിനടുത്ത ദിവസം ഫാക്ടറി ഉദ്ഘാടനവും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയും ചില വാൽവുകളിൽ ലീക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഉദ്ഘാടന തിരക്കിനിടയിൽ അതാരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അങ്ങനെയായാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ വേഗം ഇത് എങ്ങനെയെങ്കിലും ഫാക്ടറിയിൽ അറിയിക്കണം, ദുരന്തമുണ്ടാകാതെ തടയണമെന്നൊക്കെ അവർ നായകനോട് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് നായകൻ ഫാക്ടറി ലക്ഷ്യമാക്കി പമ്മി ചെല്ലും. പക്ഷേ അവനെ കാണുമ്പോൾ തന്നെ അതിലൊരു ഗാർഡ് അവന് നേരെ തോക്ക് കാണിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ നായകൻ പറഞ്ഞു നോക്കുമെങ്കിലും ഗാർഡ് അവനെ വെടിവെച്ച് അവിടെ നിന്നും ഓടിച്ചുവിടും. പേടിച്ചോടുന്ന നായകൻ നേരെ നായികയോട് വന്ന് വിവരങ്ങളൊക്കെ പറയും. അവളും ഇതൊക്കെ കേട്ട് കൺഫ്യൂസ് ആകുന്നു. കാരണം മരിച്ചവരെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഷോക്ക് അടിച്ച ശേഷമാണ് താനിങ്ങനെ മരിച്ചവരെ കാണാൻ തുടങ്ങിയത്. അതുവരെ തനിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നുവെന്ന് നായകൻ അവളോട് പറയും. അടുത്ത സീനിൽ മരിച്ച 4 പേരും പിന്നെയും വന്ന് നായകനോട് എന്തെങ്കിലും ചെയ്ത് ഈ ദുരന്തത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും.
അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം നായകൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. SIയോട് കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും നിന്റെ പ്രാന്ത് ഇതുവരെ മാറിയില്ലേന്നും ചോദിച്ച് അയാൾ അവനെ അടിക്കുകയും പുറത്താക്കുകയും ചെയ്യും. നായിക രാത്രി പെൺകുട്ടിയുടെ അടുത്ത് വന്ന് അവളെ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും 2 ഗാർഡുകൾ അവളെ തിരഞ്ഞ് അവിടേക്ക് വരും. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിർബന്ധിക്കുമെങ്കിലും കുട്ടികൾ കൂടെ ഇരിക്കുകയായിരുന്നതുകൊണ്ട് തന്നെ അവൾ അതിന് മടിക്കുന്നു. എന്നാൽ അവളെ ബലമായി പിടിച്ചുകൊണ്ട് അവർ പോകാൻ നോക്കുന്നു. അവൾ അകത്തേക്ക് കയറുമ്പോൾ അവളോടൊപ്പം കയറുന്ന ഗാർഡ്സ് പെൺകുട്ടിയെയും ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിടിവലിയാകുന്നു. നായിക പെട്ടെന്ന് പുറത്തേക്കോടും. അവളോടൊപ്പം പുറത്തേക്കോടി വരുന്ന ഒരു ഗാർഡിനെ വാക്കത്തിയെടുത്ത് നായിക വെട്ടി വീഴ്ത്തുന്നു. അപ്പോഴേക്കും റൂമിനകത്ത് നിന്നവൻ വീണ്ടും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അവിടേക്ക് കത്തിയുമായി വരുന്ന നായിക അയാളെയും വെട്ടിവീഴ്ത്തും. ശേഷം നായികയും ആൺകുട്ടിയും കൂടി ഗാർഡ്സിന്റെ ബോഡി വലിച്ച് ആട്ടിൻകൂട്ടിൽ കൊണ്ടിടുന്നു. കുട്ടികളെ വീട്ടിനുള്ളിലാക്കി ഞാൻ പോയി വേഗം നായകനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകും. നായിക ഓടി വന്ന നായകനെയും വിളിച്ച് ആട്ടിൻകൂട്ടിലേക്ക് വന്ന് നോക്കുമെങ്കിലും അവിടെ ഗാർഡ്സിന്റെ ബോഡിയില്ലായിരുന്നു. നേരെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കതകൊക്കെ തുറന്നു കിടക്കുന്നു. എന്നാൽ കുട്ടികൾ അവിടെയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഗാർഡ്സ് വന്ന വണ്ടിയും അവിടെ ഉണ്ടായിരുന്നില്ല. നായകനും നായികയും റാന്തലുമായി കുട്ടികളെ അവിടെയൊക്കെ തിരയുന്നു. പെട്ടെന്ന് റാന്തലുമായി മരിച്ച ബഷീറും ഗിത്താറിസ്റ്റും തൊഴിലാളികളുമൊക്കെ അവിടേക്ക് വരും. പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളും കുട്ടികളെ തിരയാമെന്ന് പറഞ്ഞ് അവരും കുട്ടികളെ തിരയാനായി തുടങ്ങുന്നു. അങ്ങനെ അവർ കുട്ടികളെ തിരയുന്നതിനിടയിൽ വേറെയും കുറേ പേര് കൂടി റാന്തലുകളുമായി വന്ന് കുട്ടികളെ തിരയുന്നതായി കാണിക്കുന്നു. അവരെല്ലാവരും കൂടി അങ്ങനെ കുട്ടികളെ തിരയുമ്പോഴേക്കും ഫാക്ടറിയുടെ പ്രവർത്തനവും ആരംഭിക്കുന്നു. വീണ്ടും എല്ലാവരും കുട്ടികളെ തിരഞ്ഞു നടക്കുമ്പോഴേക്കും 2 ഹെലികോപ്റ്ററുകൾ ഫാക്ടറിയെ ലക്ഷ്യമാക്കി വരുന്നു. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഗാർഡ്സിന്റെ ബോഡികൾ എവിടെ പോയി എന്നോ കാണിക്കുന്നില്ല. പ്രേക്ഷകന്റെ ചിന്താശേഷിക്കും ഭാവനയ്ക്കും അനുസരിച്ച് സങ്കല്പിക്കാവുന്ന ക്ലൈമാക്സ് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിച്ചു.